ആശ്രമത്തിൽ എല്ലാവർക്കും കുഞ്ഞിലെ മുതൽ തന്നെ നിഞ്ച ട്രെയിനിങ് കൊടുക്കുന്നു. അവരുടെ മാസ്റ്റർ എല്ലാവരും അവരുടെ ബോഡിയെ എങ്ങനെയാണ് സ്വന്തം കൺട്രോളിൽ വെച്ചിരിക്കേണ്ടതെന്ന് ഒരു കത്തി ഉപയോഗിച്ച് തന്നെ കൈമുറിച്ചു കാണിക്കുന്നു. നോക്കുമ്പോൾ അടുത്ത നിമിഷം തന്നെ ആ മുറിവ് തനിയെ ഉണങ്ങുന്നു. അദ്ദേഹം അത് ചെയ്ത് കാണിച്ചിട്ട് പോയതും എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഇവന് മാത്രം അദ്ദേഹം ചെയ്ത് കാണിച്ചത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. പിറ്റേ ദിവസം അടുത്ത ക്ലാസ് എടുക്കുന്നു. അതിൽ ചേട്ടനെന്നോ അനിയനെന്നോ ഒരു സ്നേഹബന്ധവും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവന് ഒരു യഥാർത്ഥ നിഞ്ചയാകാൻ പറ്റില്ലെന്ന് പറയുന്നു. അതിനുശേഷം ഒരു ശത്രു അറിയാതെ കാറ്റിനെ പോലെ നടക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനായി ഒരു പലകയുടെ അടിയിൽ പീസ് വെച്ച് അതിന് മുകളിലൂടെ നടക്കുമ്പോൾ ശബ്ദം കേൾക്കാതെ നടക്കണമെന്ന് പറയുന്നു. പക്ഷെ ഇവൻ ഒരു പീസിന് മുകളിൽ കാലമർത്തി ചവിട്ടുന്നു. ആ പീസിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. ഉടനെ മാസ്റ്റർ അവനെ കാല് കാണിക്കാൻ പറഞ്ഞ് ബ്ലഡ് വരുന്നത് വരെ അടിക്കുന്നു. ആ വേദനയോടെ നടക്കുമ്പോൾ അവൻ ശബ്ദമില്ലാതെ നടക്കാൻ ശീലിക്കുന്നു. അങ്ങനെ എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞ് അവൻ വലുതാവുന്നു. ഒരു ദിവസം അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവരുടെ റൂൾസ് അനുസരിച്ച് അത് കുറ്റമാണെന്ന് പറഞ്ഞ് അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അവളെ കൊല്ലുന്നു. അന്ന് മുതൽ അവിടെയുള്ള എല്ലാവരെയും അവൻ ശത്രുക്കളായി കാണാൻ തുടങ്ങുന്നു. ക്ലൈമാക്സിൽ അവൻ പഠിച്ച എല്ലാ സ്കിൽസും യൂസ് ചെയ്ത് സ്വന്തം മാസ്റ്ററിനെ തന്നെ ഇല്ലാതാക്കുന്നു.